വെൽക്കം ബാക്ക് ടു അൽമല്ലു ദുനിയ. ഈ തവളേൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം. നിങ്ങളിത് പല രീതിയിൽ കേട്ടിട്ടുണ്ടാകും, എന്നാൽ എൻ്റെ രീതിയിൽ ഞാൻ പറയും. ഇപ്പം നമ്മൾ തവളേനെ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ വയ്ക്കാമെന്ന് വിചാരിക്കുക. തവളയ്ക്ക് നല്ല വൃത്തിക്ക് അറിയാൻ പറ്റും അത് ചൂടുവെള്ളമാണ്, ചൂടാകുന്ന വെള്ളമാണ്. പക്ഷെ തവള അതിൽ നിന്ന് എഴുന്നേക്കില്ല. എന്ത് ചെയ്യും? ആൾ അവിടെ ഇരുന്നുകൊണ്ട് ബോഡി റെഗുലേറ്റ് ചെയ്യും. ആ ചൂടിനെ പ്രതിരോധിക്കാനുള്ള രീതിയിൽ തവളേൻ്റെ ബോഡീനെ ആൾ സെറ്റാക്കും. നമ്മളൊരു വിഷമസന്ധിയിൽ നമ്മൾ സ്വയം സെറ്റാവും, നിന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നൊക്കെ പറയില്ലേ, ആ പരിപാടി പോലെ വെള്ളം ചൂടാകും തോറും തവള എന്ത് ചെയ്യും? സ്വന്തമായിട്ട് പോസിറ്റീവ് എനർജി ഒക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങ് നിൽക്കും. അവസാനം ഈ വെള്ളം അങ്ങ് തിളക്കാനുള്ള മൊമെൻ്റ് ആകുമ്പോൾ തവളയുടെ എനർജിയൊക്കെ നശിച്ച് ഇല്ലാതെയായി തവളയ്ക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റാതെ അത് വെന്ത് മരിക്കും. ഈ അവസ്ഥേനെയാണ് ഞാൻ എൻ്റെ കണ്ണിൽ ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആസ് എ പേഴ്സൺ നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം ആ സിറ്റുവേഷൻ ശരിയാവില്ല, അത് മോശമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, മറ്റുള്ളവർ നമ്മളെ മാനസികപരമായോ ശാരീരികപരമായോ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം ശരിയാകും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഞാനിതെല്ലാം ശരിയാക്കും, അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലും അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ അഡ്വൈസ് ചെയ്തുകൊണ്ട് ശരിയാക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കരുത്. അത് തെറ്റായ അതാണ് ടോക്സിക് പോസിറ്റിവിറ്റി. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് നേടാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുകയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ആക്ഷനാണ് പ്രധാനം. നമ്മൾ അവിടെ നിന്ന് മാറിയെടുക്കുക, അല്ലെങ്കിൽ എന്താ, നമ്മൾ മാക്സിമം ഇതെല്ലാം കേട്ട് ക്ഷമിച്ച് സഹിച്ച് നിന്ന് വരുമ്പോൾ ലാസ്റ്റ് ഒരു മൊമെൻറ്റിൽ നമ്മൾ ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയാകും, ഒന്നും പറ്റാത്ത അവസ്ഥയാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാനോ രക്ഷപ്പെടാനോ, അതായത് ഫിനാൻഷ്യലി നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, മെൻ്റലി നിങ്ങൾ ഡൗൺ ആയിരിക്കും, ഫിസിക്കലി നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾ ഒന്നേന്നത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. സോ എപ്പോഴും നിങ്ങൾ എത്രത്തോളം ശക്തനാണെങ്കിലും, ഫിനാൻഷ്യലി കേപ്പബിൾ ആണെങ്കിലും, മെൻ്റലി സ്ട്രോങ് ആണെങ്കിലും, ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിൽക്കരുത്. അതിന് ശേഷം ഒരു ഡിസിഷനിലേക്ക് മാറുക എന്നുള്ളതാണ്. പക്ഷേ ആക്ഷനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മനസ്സിലാക്കുക. ഇത് തന്നെ നമുക്ക് എപ്പോഴും അറിയാം, ഒരാളോട് ഉപദേശം കൊടുക്കണതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരാൾക്ക് ഉപദേശം ഇഷ്ടമല്ല, അതിൻ്റെ റീസൺ ഇതാണ്, ആളത് കേൾക്കാനുള്ള തുറവി ഉള്ള സമയം, ആൾക്കത് കേൾക്കാനുള്ള സാഹചര്യത്തിൽ വേണം നമ്മളത് പറയാനായിട്ട്. ഇപ്പം നിങ്ങൾ ഒരാൾക്ക് വയറ് നിറയെ ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് ആ നേരത്ത് ഇങ്ങനെ കാഷ്വലി സംസാരിക്കുമ്പോൾ ഒരു അഡ്വൈസ് കൊടുക്കണതും ഒരു വഴിയില്ലാതിരിക്കണ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം ശരിയാകും, ഉറപ്പായിട്ടും ശരിയാകും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണത് തമ്മിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു വഴിയില്ലാത്തൊരു മനുഷ്യന് എന്താണോ ആവശ്യം, നിങ്ങൾ ആവശ്യം ചെയ്ത് കൊടുത്തിട്ടാണ് ഉപദേശിക്കാൻ പോകണമെങ്കിൽ അയാൾ ആ ഉപദേശം കേൾക്കും, ഒരു പക്ഷേ സ്വീകരിക്കും. സോ മനസ്സിലാക്കുക, പോസിറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ടോക്സിക് പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യം എവിടെയാണെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കരുത്. എന്ന് വെച്ചിട്ട് ഒറ്റയടിക്ക് അതങ്ങ് കിട്ടിയണം എന്നല്ല പറയണേട്ടോ. അതൊക്കെ നമ്മൾ ലോജിക്കായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആ എൻവയോൺമെൻറ്റ് ശരിയാവില്ല, അവിടെ നിന്ന് ജീവന് ഭീഷണിയാണ്, ജീവിതത്തിന് ഭീഷണിയാണെന്ന് തോന്നുന്നൊരു മൊമെൻറ്റിൽ നമ്മൾ അവിടെ നിന്ന് മാറാൻ കാണിക്കുന്ന നമ്മളുടെ പക്വതയാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ടോക്സിക് പോസിറ്റിവിറ്റിയിലുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ബോധ്യം നമുക്ക് വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഉപദേശം കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ സ്വയം കേസിലാണെങ്കിൽ ഒരു മൊമെൻറ്റിൽ ഒരു അബദ്ധത്തിൽ നമ്മൾ എന്താ പറയുക, ഒരു നെഗറ്റീവ് തോട്ട് വരാൻ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാൻ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമായിട്ട്, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് ചിലർ ആത്മഹത്യയൊക്കെ ചെയ്യണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റൊരു ഡിസിഷനിൽ കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നൊന്നും ചിന്തിക്കാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അതായത് ഒരു കുഞ്ഞു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആ പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ച് കാണുകയല്ല. ഒരു മൊമെൻറ്റിൽ ഫസ്റ്റത്തെ ഒരു ഷോക്കിംഗ് ഇതിൽ വന്ന് ഒരു പ്രോബ്ലം വന്ന് ഉടനെ തന്നെ സൂയിസൈഡ്. ഒരിക്കലും ഒരാൾ അങ്ങനെ തിങ്ക് ചെയ്യില്ല. എപ്പോഴും ഒരു ഓപ്ഷൻ ഇല്ലാതെ ഇനി ഒരു നിവൃത്തിയില്ല എന്ന് കാണുന്നതിൻ്റെ എക്സ്ട്രീമിലായിരിക്കും സ്വബോധത്തോടെ ഒരാൾ ആ ഒരു ചിന്താഗതിയിലേക്ക് മാറുക എന്നാണ് എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം, ഇപ്പോൾ ആരോടെങ്കിലും നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് ഉപദേശം കൊടുത്ത് ഇരിക്കരുത്. കൃത്യമായിട്ട് അവിടെ എന്താണോ വേണ്ടത് ആ ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്രചോദനം ആസ് എ ഫ്രണ്ട്, ഫാമിലി മെമ്പർ നമ്മൾ ചെയ്യേണ്ടതാണ്. ഈവൻ നമ്മളുടെ ലൈഫിലാണെങ്കിലും ആ സിറ്റുവേഷൻ കണ്ടിട്ട് ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്താണോ അത് ആക്ഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും അവിടെ പോയി ടെക്നിക്കുകൾ യൂസ് ചെയ്യാനോ പ്രാർത്ഥിച്ച് ശരിയാക്കാനോ ഒന്നും നിൽക്കരുത്. എല്ലാം മിതത്വമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് വിവേകം, വിചാരം, ബുദ്ധി എന്ന് പറയുന്നതും. സോ ടോക്സിക് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.